Please fasten your seat belt. അപ്പോൾ നമുക്കൊന്ന് പള്ളിയിലും പോയിച്ച് വരാം. ഞാനിന്ന് ഷാർജയിലെ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോർമലി നല്ല ട്രാഫിക്കാണ് മൺഡേ ടു സാറ്റർഡേയിലൊക്കെ വർക്കിംഗ് ഡേയ്സിൽ. പക്ഷെ ഇന്ന് കുറച്ച് ട്രാഫിക് കൂടുതലാണ്. This many people, this you are coming. But this you are round this your 30 minute bus you will go. Yeah, right. Minute 25 minute bus this your stage this you are. Yeah, that is your there garden, big bus space there. finish. Yeah, right. But there is a small space. No, this is what this your big place. No, the Rolla is a small place. Rolla smaller. Yeah, right. Your go bus. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് റോള എന്നൊരു സ്ഥലമുണ്ട് ഇതിനടുത്ത്. അത് ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര വലിയൊരു സ്റ്റേജും ഇന്നുണ്ടെന്നാണ് ആൾ നമ്മളോട് പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ലാലേട്ടൻ ഇന്ന് റോളിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഓൾ മലയാളീസ് എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലാണ്. അപ്പോൾ ഈ ട്രാഫിക് ഇച്ചിരി കൂടുതലാണ് ഈ ടൈമിൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ വരുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. നമ്മളെന്തെങ്കിലും ഈ ട്രാഫിക്കൊക്കെ കടന്ന് ഇനി പള്ളിയിലെത്തണം. അപ്പോൾ നോർമലി ഞാൻ നടന്നിട്ടാണ് പള്ളിയിൽ പോകാറുള്ളത്, പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടാക്സി എടുത്തിട്ട് പോകുന്നത്. നമ്മുടെ ഷാർജയിലെ പള്ളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിനുള്ളിലായിരിക്കും എല്ലാ പള്ളികളും ഉള്ളത്. അതായത് ഇപ്പോൾ മർത്തോമയാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും കത്തോലിക്ക ആണെങ്കിലും പെന്തക്കോസ്റ്റ് ആംഗ്ലിക്കൻ എന്ന് വേണ്ട എല്ലാ പള്ളികളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒരൊറ്റ കോമ്പൗണ്ടിനുള്ളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ മലയാളീസും അല്ലെങ്കിൽ എല്ലാവരും മീറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഷാർജ പള്ളി കോമ്പൗണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മിക്കവാറും നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഞാനാ പറഞ്ഞ കോമ്പൗണ്ട്. മിക്കവാറും ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റും. പള്ളിയിലൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ സംസാരിക്കാനും ആ സ്നേഹങ്ങളൊക്കെ ഒന്ന് പുതുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം. ഇത് നമ്മുടെ ഓർത്തഡോക്സിലാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ പോകുന്നത് സെൻറ്റ് മൈക്കിൾസ് ആണ്. ഇതാണ് നമ്മുടെ സെൻറ്റ് മൈക്കിൾസ്. നോർമലി ഞാൻ പോകുന്ന ടൈമിൽ ഇംഗ്ലീഷ് കുർബാനയായിരിക്കും ഉണ്ടാകുന്നത്, പക്ഷേ ഇന്ന് മലയാളം കുർബാനയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ എല്ലാ പള്ളികളിലും ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓർത്തഡോക്സ് ആണെങ്കിലും മർത്തോമയാണെങ്കിലും കത്തോലിക്ക ആണെങ്കിലും എല്ലായിടത്തും പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.